ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് നമുക്ക് 3 ട്രേഡിംഗ് പോയിൻറ്റ്സാണ് ഉണ്ടായിരുന്നത്. ആ 3 ട്രേഡിംഗ് പോയിൻറ്റ്സ് നോക്കിക്കോളുക. ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ നമുക്കിവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ നോക്കിക്കോളുക. ഇതുവരെയും മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ 4 ലെവൽസ് ഉണ്ട്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കുകയും ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ തന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ 88,500 CE, അത് 30 ജനുവരിയിൽ. അപ്പോൾ 30 ജനുവരിയിലെ സ്ട്രൈക്ക് പ്രൈസിൽ 88,500 CE എടുത്തിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന ലെവൽസ് എല്ലാം അതിൽ വരച്ച് വെക്കണം. അതുപോലെ തന്നെ വേറെ തന്നിരിക്കുന്നത് ഓക്കെ, ഇതുപോലെ ഇത് ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒന്ന് സൂം ചെയ്യിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ ഇത് മുകളിൽ കാണാത്ത, ചിലതിൻ്റെയൊക്കെ മുകളിൽ കാണാതെ. ഫിൻ നിഫ്റ്റിയുടെ നോക്കിക്കേ, ഫിൻ നിഫ്റ്റിയുടെ എടുക്കുമ്പോഴത്തേക്കും 30 ജനുവരിയിലെ ഫിൻ നിഫ്റ്റി 22,650 CE ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ക്രീൻഷോട്ടുകളും ഓരോ ദിവസവും അയക്കുന്നത് മുകളിൽ ഏതാണ്, ഇതുപോലെ നിങ്ങൾ സ്ക്രീൻഷോട്ടിൻ്റെ മുകളിൽ ഏതാണ് ഡേറ്റ് എന്ന് നോക്കിയിട്ട് ആ ഡേറ്റ് നോക്കിയിട്ട് വേണം വരച്ച് വെക്കാനായിട്ട്. ഞാൻ മൊത്തം ഫിൻ നിഫ്റ്റിയുടെ 4 തരും, അതുപോലെ നിഫ്റ്റിയുടെ 4 തരും, ബാങ്ക് നിഫ്റ്റിയുടെയും 4 തരും. ഇത് ഒരേപോലെ വരുന്ന സിറ്റുവേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് 12 ഗ്രാഫുകളുണ്ട്. ഈ 12 ഗ്രാഫുകൾ നിങ്ങൾ വരച്ച് വെക്കണം. ഓക്കെ, എന്നിട്ട് ഒരേപോലെ 3 ആക്റ്റീവ് ആകുന്നെങ്കിൽ അതവിടെ ആ ഒരു ലെവൽ ആക്റ്റീവായി നമുക്ക് ആ ഒരു ട്രേഡുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ആദ്യത്തെ 15 മിനിറ്റ്സിൽ നിങ്ങൾ നോക്കിക്കോളുക. ഇതാ ബാങ്ക് നിഫ്റ്റിയുടെ 2 CE പൊസിഷനിൽ ഒരു CE പൊസിഷൻ എന്താ ഫസ്റ്റ് ലെവലെ ടച്ച് ചെയ്ത് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് താഴേക്ക് പോകുന്നു, അതല്ലേ? അപ്പോൾ റിജക്ഷൻ വന്നത് ഫസ്റ്റ് ലെവലിലാണ് റിജക്ഷൻ വന്നിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ബാക്കി നോക്കുമ്പോൾ ഫസ്റ്റ് ലെവലൊന്നും അല്ല, കണ്ടോ? ബാങ്ക് നിഫ്റ്റിയുടെ ഇത് ബോർഡ് ലൈനാണ്. ഇത് ബോർഡ് ലൈനെന്നോ ഫസ്റ്റ് ലെവലെന്നോ പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. ഇതും ബോർഡ് ലൈനെന്നോ ഫസ്റ്റ് ലെവലെന്നോ പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. ഇത് കറക്റ്റായിട്ട് പറയാം, ഫസ്റ്റ് ലെവലിൽ നിന്നാണ് റിജക്ഷൻ പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണേ ആയുള്ളൂ. 2 ഫസ്റ്റ് ലെവലും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ട്രേഡ് ആക്റ്റീവ് ആകും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ വേറെ ഒന്നുമില്ല. നിഫ്റ്റിയെ നോക്കിക്കേ, നിഫ്റ്റി അതേസമയം ഇതാ PE പൊസിഷൻ ഫസ്റ്റ് ലെവലിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് ലെവൽ PE പൊസിഷൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലെവൽ ഒരു റിജക്ഷൻ പോയിൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പുറത്തും PE പൊസിഷൻ്റെ ഫസ്റ്റ് ലെവൽ റിജക്ഷൻ പോയിൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 3 കൺഫേംഡായി. ബാങ്ക് നിഫ്റ്റിയിൽ 1, നിഫ്റ്റിയിൽ 2. ഫിൻ നിഫ്റ്റിയിൽ അതേസമയം ഈ പറഞ്ഞ പോലെ ബോർഡ് ലൈനിലും അല്ല ഫസ്റ്റ് ലെവലിലും അല്ലാതെയാണ് ഫസ്റ്റ് ക്യാൻഡിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കൺഫേംഡായി കിട്ടി. അതായത് അത് പിന്നെ PE പൊസിഷൻ ഉയരും, കാരണം ഇത് സപ്പോർട്ടാണ്. PE പൊസിഷൻ സപ്പോർട്ടായിട്ടാണ് ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നത്. CE പൊസിഷൻ്റെ എന്താണ് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് ഓപ്പോസിറ്റ് ട്രേഡായിട്ട് വന്ന് വലിക്കും. അപ്പോൾ നമുക്കത് നമ്മളുടെ ഇൻഡെക്സിൽ കൂടെ നോക്കാം. ഇൻഡെക്സിൽ സെൻസെക്സ് ആണ് കൂടുതൽ നോക്കേണ്ടത്. സെൻസെക്സിൽ അതേസമയം അത് റിജക്ഷനിലായിരിക്കണം ഫസ്റ്റിൽ നമ്മളുടെ സ്ട്രൈക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ നോക്കിയത് ഡോട്ടർ ലൈനിൽ നിന്ന് റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു റിജക്ഷൻ പോയിന്റിൽ തന്നെയാണ് സെൻസെക്സ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴേക്ക് റിജക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു PE പൊസിഷനാണ് എന്നുള്ളത് സ്ട്രൈക്കും അതുപോലെ തന്നെ ഇൻഡെക്സും കൺഫേം ചെയ്തിട്ടുണ്ട്. അത് ആ ട്രേഡ് അവിടെ ആക്റ്റീവായി നല്ല രീതിയിൽ റിട്ടേൺ. നിങ്ങൾ സെൻസെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു ഒന്ന്. സെൻസെക്സ് എടുക്കുകയാണെങ്കിൽ നല്ല റിട്ടേൺ അവിടെ കാണിക്കുന്നുണ്ട്. അടുത്തൊരു ട്രേഡ് ആക്റ്റീവ് ആകുന്നത് ഇവിടെയാണ്. അതായത് നിഫ്റ്റിയെ നിങ്ങളൊന്ന് നോക്കിക്കേ, കയറിപ്പോയ നിഫ്റ്റി ഇറങ്ങി വന്നിട്ട് ബോർഡ് ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പുറത്തും ബോർഡ് ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ? നിഫ്റ്റിയുടെ PE ഇറങ്ങി വന്ന് ബോർഡ് ലൈൻ സപ്പോർട്ടായിട്ടുണ്ട്. ഇവിടെയും ബോർഡ് ലൈൻ സപ്പോർട്ടായിട്ടുണ്ട്. ഓക്കെ, CE ആണെങ്കിൽ കയറിപ്പോയിട്ട് റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. കണ്ടോ? ബോർഡ് ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് വിചാരിക്കാം, ഇത് നേരെ ഒരു ഓപ്പോസിറ്റ് ട്രേഡിലേക്ക് ഇത് പോകും എന്ന് വിചാരിക്കാം. കണ്ടോ? CE പിന്നീട് നന്നായിട്ട് ഇടിഞ്ഞ് താഴേക്ക് പോന്നിട്ടുണ്ട്. PE നന്നായിട്ട് കയറി മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതും സെൻസെക്സിൽ എനിക്ക് തോന്നുന്നുണ്ട് 10x 5x റിട്ടേൺ കൊടുത്ത ഒരു ട്രേഡാണ്. അതായത് 10,000 രൂപ ഒറ്റയടിക്ക് 50,000 1,00,000 ആയ ഒരു ട്രേഡാണ് ഈ കാണുന്നത്. ഈ ട്രേഡും അതുപോലെ തന്നെ ഇവിടുന്ന് വീണ്ടും പോയ ഈ ട്രേഡും. ഓക്കെ, അത് കഴിഞ്ഞ് അത് നമുക്ക് ഇൻഡെക്സ് നമുക്ക് കൺഫേം ചെയ്യുന്നുണ്ടോ നോക്കാം. കണ്ടോ? ഇൻഡെക്സ് കൺഫേം ചെയ്യുന്നുണ്ട്. ബോർഡ് ലൈനിലാണ് അത് ഇൻഡെക്സ് റിജക്റ്റ് ചെയ്യുന്നുണ്ട് സെൻസെക്സ്. കണ്ടോ? ഓക്കെ, ആ ട്രേഡ് ഇവിടെയും റിജക്ഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് ഇത് കൺഫേംഡ് ആകുന്നത്. ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കേ, അടുത്ത ട്രേഡ് നമുക്ക് ആക്റ്റീവ് ആകുന്ന നിഫ്റ്റിയിൽ തന്നെ നോക്കാം. ഈ ബാക്കിൽ നിന്നുള്ള ക്യാൻഡിലാണ്. ബാക്കിൽ നിന്ന് 1 2 3 4 5 6 7 8 9 10 ബാക്കിൽ നിന്ന് 8ാമത്തെയും 10ാമത്തെയും ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കേ, ബോർഡ് ലൈൻ നല്ലൊരു എന്തായിട്ട് വരുന്നുണ്ട്,
റെസിസ്റ്റൻസ് ആകുന്നുണ്ട്. സിയുടെ കാര്യത്തിൽ റെസിസ്റ്റൻ്റ് ആകുകയാണ്. കണ്ടോ ഇവിടെയും ബോർഡ് ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ബോർഡ് ലൈൻ നല്ലൊരു സപ്പോർട്ടും ആകുന്നുണ്ട്. ഓക്കെ, കണ്ടോ. അപ്പോൾ നമ്മൾ ഇൻഡെക്സിലേക്ക് കൂടെ നോക്കിയാൽ സെൻസെക്സിന് നോക്കിക്കുക. അതേസമയം കണ്ടോ സെൻസെക്സിലും അതേസമയം അത് ദെൻ പിയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കണ്ടോ നല്ലൊരു റിജക്ഷൻ ആകുന്നുണ്ട്. ഡോട്ടർ ലൈൻ റിജക്ഷൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ 100% ആക്യുറസി ഉള്ള ട്രേഡാണത്. അപ്പോൾ നമുക്കതിൽ ട്രേഡ് ആക്റ്റീവ് ആകും. കാരണം ഇത് റിജക്ഷൻ പോയിന്റിലായി. ഇനി ഇതിപ്പോൾ താഴേക്ക് ഇടിയും. കാരണം മുകളിലേക്ക് പോകുന്നില്ല. കണ്ടോ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. താഴേക്ക് ഇടിഞ്ഞ് പോരും. അപ്പോൾ അതാണ് അവിടെ ആക്റ്റീവ് ആയത്. സെൻസെക്സിലൊക്കെ ഇതും 100% എബോ റിട്ടേൺ, അതായത് ഒരു 500% ഒക്കെ റിട്ടേൺ കൊടുത്ത ഒരു ട്രേഡാണ് സെൻസെക്സിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന്. ഓക്കെ, അങ്ങനെ 3 ട്രേഡുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ പുതിയതായിട്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ 4 ഗ്രാഫുകളും നിഫ്റ്റിയുടെ 4 ഗ്രാഫ്, ഫിൻ നിഫ്റ്റിയുടെ 4 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 എണ്ണം ഒരേപോലെ വരണം. 3 ഗ്രാഫ്, അതായത് ഫിൻ നിഫ്റ്റിയുടെ തന്നെ 4 ഗ്രാഫുണ്ട്. 4 എണ്ണത്തിന് 3 എണ്ണം ഒരേപോലെ വരണം. ഇനിയിപ്പോൾ ഇത് ഫിൻ നിഫ്റ്റിയിൽ ഒരെണ്ണം മാത്രമേ ഒരേപോലെ വരുന്നുള്ളൂ എങ്കിൽ നിഫ്റ്റിയിൽ ഒരെണ്ണം വന്നാൽ മതി. അങ്ങനെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരെണ്ണം വന്നാൽ മതി. അങ്ങനെ എല്ലാം കൂടി 3 എണ്ണം വന്നാലും മതി. കാരണം നമ്മുടെ ഈ എക്സ്പയറൊക്കെ മാറിയതുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്. നേരത്തെ ഒരു ഇൻഡെക്സിൽ തന്നെ 3ഉം ഒരെണ്ണം ഒരേപോലെ വരണമായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഇത് 4ാമത്തെ ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കേ. 4ാമത്തെ ക്യാൻഡിൽ ഇതാ 1 2 3 4th ക്യാൻഡിൽ നോക്കിയേ. ബോൾ ലൈൻ നല്ലൊരു എന്തായിട്ട് വരുന്നുണ്ട്, റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ എന്താ കണ്ടോ ബോൾ ലൈൻ റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട്. ബോൾ ലൈൻ റെസിസ്റ്റൻ്റ് ആകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ 4ാമത്തെ ക്യാൻഡിൽ സി പൊസിഷനിൽ സപ്പോർട്ട് ആകുന്നുണ്ട്. ഇതാ 4ാമത്തെ ക്യാൻഡിൽ സപ്പോർട്ട് ആകുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്തില്ല? അതാ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകേണ്ടതാണ്. കാരണം ഇത് 3 എണ്ണം കൺഫേംഡ് ആണല്ലോ. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് ട്രേഡ് സംഭവിക്കേണ്ടതാണ്. പക്ഷേ ഇത് സംഭവിച്ചില്ല എന്നുള്ള കാരണത്താൽ, അതായത് ഇവിടെ എത്തിയില്ല. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇത് 100% അക്യുറസി ഉള്ള ട്രേഡാണ്. ഇത് നമുക്ക് ലോസ് പോകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും. ഹിറ്റായതിനു ശേഷം നമ്മുടെ ടാർഗറ്റും ഹിറ്റാക്കും. കാരണം ഇത് തിരിച്ചു വരും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ട്രേഡ് ആക്റ്റീവ് ആകാതെ പോയാലും ആ ട്രേഡ് തിരിച്ച് ആക്റ്റീവ് ആകും. കണ്ടോ, നമുക്കത് ആ ട്രേഡിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് നിന്നാൽ പോലും നമുക്കത് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ഇതാ ഇവിടെ വെച്ച് നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡാണ്. അത് ഇവിടെ വരെ പോയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആ റിട്ടേൺ അത് 25% അല്ലെങ്കിൽ 15% റിട്ടേണിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും. അല്ലാണ്ടത് ലോസ് ആവില്ല. പക്ഷെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റാകും. നമ്മുടെ ഇൻഡെക്സ് അതേസമയം കൺഫേംഡ് തന്നെയാണ്. കണ്ടോ, സെൻസെക്സ് ബോർഡ് ലൈനിലാണ്, കുറച്ച് റിജക്റ്റ് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാതിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡ് എന്തായാലും കൺഫേംഡ് ട്രേഡാണ്. നമ്മൾ മറ്റ് ഇൻഡെക്സുകൾ നോക്കുമ്പോഴും അതേസമയം നമുക്ക് കൺഫോമിറ്റി ഉണ്ട്. നമുക്കൊരു നിഫ്റ്റി എടുത്ത് നോക്കാം. കണ്ടോ, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതേസമയം ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ ട്രേഡായിട്ട് അത് ആക്റ്റീവ് ആകേണ്ടതാണ്. മറ്റ് ഇൻഡെക്സുകളും ഒക്കെ അതേസമയം ഫസ്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ലെവൽ ട്രേഡിലോ ബോർഡ് ലൈൻ ട്രേഡിലോ അത് ആക്റ്റീവ് ആയില്ല എങ്കിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം കണ്ടോ, നിഫ്റ്റിയിലൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ട്രേഡ് എടുത്തു. പക്ഷേ അത് ആക്റ്റീവ് ആയത് കുറച്ചും കൂടെ താഴേക്ക് പോകും. ഒരു ക്യാൻഡിലും കൂടെ താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. ആ ഒറ്റ ക്യാൻഡിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയാണെങ്കിൽ അത് ഒന്ന് ഹിറ്റായും. പക്ഷേ ഒന്ന് നോക്കി തിരിച്ച് എത്രത്തോളം റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കി. നമ്മൾ ആ ഒരു പോയിന്റിൽ വർക്ക് ചെയ്യേണ്ട സാധനം വർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് തിരിച്ച് വന്നത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യും. പക്ഷേ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക തന്നെയാണ് ബെറ്റർ. ഇത് എങ്ങാനും തിരിച്ച് വരും. ഇത് കുറച്ചും കൂടെയൊക്കെ ചിലപ്പോൾ ലോസ് കാണിക്കാറുണ്ട് ചില സമയങ്ങളിൽ. എന്നിട്ടായിരിക്കും അത് ഒറ്റയടിക്ക് തിരിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് 100% അക്യുറസി ഉണ്ട്. നമ്മൾ ആ ഒരു ട്രേഡ് ഒരേപോലെ ലെവലിൽ വന്നിട്ട് ആക്റ്റീവ് ആയില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ആക്റ്റീവ് ആകും. പക്ഷേ എപ്പോഴും സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. തിരിച്ച് അടുത്ത ലെവൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എൻട്രി കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇന്ന് 3 ലെവൽസാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ഒന്നും ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ ഒന്നും തന്നെ മനസ്സിലായെന്ന് വരില്ല. നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് 3 ലെവലുകൾ ഒരേപോലെ വരുമ്പോൾ ട്രേഡ് ആക്റ്റീവ് ആകും. അതായത് നമുക്ക് ബോർഡ് ലൈൻസ് 2 ബോർഡ് ലൈൻ ഉണ്ട്, 2 താഴത്തെ 2 ഡോട്ട് ലൈൻ ഉണ്ട്, മുകളിൽ 2 ഡോട്ട് ലൈൻ ഉണ്ട്. ഇതിനെ നമുക്ക് ഫസ്റ്റ് ലെവൽ എന്നാണ് വിളിക്കുക. ഈ രണ്ടാമത്തെ താഴെ വരുന്ന ഡോട്ട് ലൈനിന് സെക്കൻഡ് ലെവൽ എന്നാണ് വിളിക്കുക. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ എല്ലാ ക്യാൻഡിലും ഒരേപോലെ ഫസ്റ്റ് ലെവലിൽ വരണം, അല്ലെങ്കിൽ എല്ലാം സെക്കൻഡ് ലെവലിൽ വരണം, അല്ലെങ്കിൽ എല്ലാം ബോർഡ് ലൈനിൽ വരണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആകുന്നത്. അതായത്
PEയിൽ ബോർഡ് ലൈൻ ട്രേഡ് ആണെന്ന് വിചാരിക്കും. എല്ലാവരും ബോർഡ് ലൈൻ വന്നുവെങ്കിൽ ഇത് മുകളിൽ കൊടുത്തിരിക്കുന്ന 2 PE പൊസിഷൻസും താഴെ വരുന്ന 2 CE പൊസിഷൻസും ആണ്. അപ്പോൾ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് ഉയരാൻ പോകുന്നുവെന്നും PE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയാൻ പോകുമ്പോഴുമാണ് നമ്മൾ PE എടുക്കുന്നത്. ഓക്കെ, C എടുക്കുന്നത് മാർക്കറ്റ് കയറാൻ പോകുമ്പോൾ. അപ്പോൾ PE പൊസിഷൻ്റെ സപ്പോർട്ട് CE പൊസിഷൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ ട്രേഡ് ആക്റ്റീവ് ആകുന്നത്. അതായത് നിങ്ങൾ ഈ ബോർഡ് ലൈനെ തന്നെ നോക്കിക്കേ, ഇത് കണ്ട ഇറങ്ങി വന്ന ഒരു PE പൊസിഷൻ ബോർഡ് ലൈൻ നല്ലൊരു എന്തായിട്ട് മാറി, സപ്പോർട്ടായിട്ട് മാറി. ഓക്കെ, ഇവിടെയും ഇറങ്ങി വന്ന PE പൊസിഷൻ ബോർഡ് ലൈൻ നല്ലൊരു സപ്പോർട്ടായിട്ട് മാറി. അപ്പോൾ PEയിൽ സപ്പോർട്ടാണെങ്കിൽ CEയിൽ റെസിസ്റ്റൻസ് ആയിരിക്കണം ബോർഡ് ലൈൻ. അത് ശ്രദ്ധിക്കുക. കണ്ട ഇവിടെ CEയിൽ നോക്കിക്കേ, നിഫ്റ്റിയുടെ CE പൊസിഷനിൽ ബോർഡ് ലൈൻ നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് അവിടെ ആക്റ്റീവാണ്. 3 എണ്ണം കൺഫേംഡ് ആയാൽ മതി. ഇത് ഇവിടെ ഒരെണ്ണം കയറി പോയിട്ട് ഫസ്റ്റ് ലെവൽ വരെ പോയിട്ടുണ്ട്. ഫസ്റ്റ് ലെവലാണ് ഇവിടെ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതിന് വേണമെങ്കിൽ കൂട്ടണം എന്നില്ല. ഇത് 3 എണ്ണത്തിനെ കൂട്ടിയാൽ മതി. 3 എണ്ണം ഓക്കെ ആണെങ്കിൽ ആ ട്രേഡ് ആക്റ്റീവ് ആണെന്നാണ്. അതിപ്പോൾ നിഫ്റ്റിയിൽ ചിലപ്പോൾ 2 എണ്ണേ കിട്ടുള്ളൂ. ഈ 3ാമത്തെ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. നിഫ്റ്റിയിൽ 3ാമത്തെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ടെന്ന് വെക്കേണ്ട. അപ്പോൾ അടുത്ത നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. കണ്ട ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒന്നും സപ്പോർട്ടല്ല. ഇത് കണ്ടോ, ഇവിടെയൊന്നും റെസിസ്റ്റൻസും അല്ല. ഫിൻ നിഫ്റ്റിയെ നോക്കാം. ഫിൻ നിഫ്റ്റിയിൽ അതേസമയം ഇതുപോലെ തന്നെയാണ്. കണ്ട ഇവിടെ സപ്പോർട്ടും ഇല്ല, ഇവിടെ റെസിസ്റ്റൻസും വന്നിട്ടില്ല. പക്ഷേ നിഫ്റ്റിയിൽ 3 കൺഫേംഡ് ആണ്. നിഫ്റ്റിയിൽ തന്നെ 3 നമുക്ക് കൺഫേംഡ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, ആ ട്രേഡ് ആക്റ്റീവായി. നമ്മുടെ സെൻസെക്സും കൂടെ കൺഫേംഡ് ആണെങ്കിൽ സെൻസെക്സും ഇവിടെ ബോർഡ് ലൈൻ നല്ലൊരു എന്താണ് റെസിസ്റ്റൻ്റ് ആയിട്ട് വന്നു. അതായത് മാർക്കറ്റ് ഇടിയാൻ പോകുന്നു എന്ന്, അതായത് PE കയറാൻ പോകുന്നു എന്ന്. ഇവിടെ നമുക്ക് അങ്ങനെ തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്. PE കയറാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്, CE ഇടിയാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ CE പൊസിഷൻ്റെ സപ്പോർട്ട് PE പൊസിഷൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. എല്ലാത്തിലും അങ്ങനെ ആകണമെന്നില്ല. 3 ഗ്രാഫുകളിലെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡ് ആക്റ്റീവാണ്. അതായത് ഫസ്റ്റ് ലെവലാണ് സപ്പോർട്ടായിട്ട് വന്നതെങ്കിൽ CEയിൽ സപ്പോർട്ടെങ്കിൽ PEയിൽ ഫസ്റ്റ് ലെവൽ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ സെക്കൻഡ് ലെവലാണ് ഒരു സപ്പോർട്ടായിട്ട് വന്നതെങ്കിൽ PEയിൽ സപ്പോർട്ടാണെങ്കിൽ CEയിൽ സെക്കൻഡ് ലെവൽ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രേഡ് ആക്റ്റീവ് ആകും, നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. ഇപ്പോൾ നമുക്ക് PEയിൽ മാത്രമേ ആകുന്നുള്ളെങ്കിലും 3 എണ്ണം കൺഫേംഡ് ആയാൽ മതി കേട്ടോ. അപ്പോൾ PEയിൽ മാത്രമേ 3 എണ്ണം കൺഫേംഡ് ആകുന്നുള്ളൂ. CEയിൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത്ര ആക്യുറസി നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും മുഴുവൻ PEയിൽ മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. PE എല്ലാം ഫസ്റ്റ് ലെവൽ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ബോർഡ് ലൈൻ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ആക്റ്റീവാണ്. പക്ഷേ അത്രയും ഫുൾ ആക്യുറസി എന്ന് പറയുമ്പോൾ CEയിലും PEയിലും ഒരേപോലെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരുന്നതാണ് നമുക്ക് ആക്റ്റീവ് ആകുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിൽ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യുക. ഈ ഇൻഡെക്സ് ലെവൽസ് നമുക്ക് ഫ്രീ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യുക. സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡ് ആണ്. അതിൻ്റെ നമ്മൾ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്താലേ സ്ട്രൈക്ക് ലെവൽസ് കിട്ടുള്ളൂ.